നമസ്കാരം കേട്ടാ സാജു. കൊള്ളാം നിന്റെ പരിപാടി. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടാ എനിക്കുള്ള മറുപടി. സൂപ്പർ ട്ടാ. ഇതേപോലത്തെ ഒരു മറുപടി തന്നെയാട്ടാ നീ ചെയ്യണ്ടേ. കാരണം നീ ക്വാളിറ്റി ഉള്ളവനല്ലേ, ഭയങ്കര ക്വാളിറ്റി ഉള്ളവനാ. നീ തൃശ്ശൂർക്കാർക്ക് ഇട്ടിട്ട് പണി പണിതല്ലേ, കൊള്ളാട്ടാ. പിന്നെ നിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ഒരു മനുഷ്യന് എന്താ പറയുക, ഒരു ഈഗോ എന്ന് പറയുന്നത്, അത് നിന്റെ കുഴപ്പമില്ലാട്ടാ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞു എന്നെ കണ്ട്, ഇത് നീയാണ് പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ 2 ഇഞ്ച് അങ്ങോട്ട് പൊന്തി നിന്റെ വർത്താനം ചുള്ളനാന്ന് പറഞ്ഞു. നീ പറഞ്ഞു നിന്നെ കാണുമ്പോൾ പ്രായമുള്ള കറക്റ്റാട്ടാ. നിന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതെന്ത് ഈ പറഞ്ഞെന്നറിയോ? കാരണം മോഹൻലാൽ പറയണം നിന്റെ തന്തയല്ലേ സ്റ്റാൻഡിൻ്റെ തന്ത, അതിൻ്റെ പേരിലുള്ള ചേഞ്ചൊക്കെ കാണട്ടാ. പിന്നെ നിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം അത് അടിപൊളിയാണ്. ക്വാളിറ്റി മാത്രം പോരടക്ക, മനുഷ്യനെ ഇഷ്ടാ. ക്വാളിറ്റി മാത്രമായി ഇങ്ങനെ നടക്കണേ. ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ, ഈ ക്വാളിറ്റി മാത്രമായി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ അത്ര വലിയ ക്വാളിറ്റി ഉള്ളവനാണെങ്കിലേ നീ ഇത്രയും നാള് വിനോദ് ജോസിൻ്റെ കൂടെ കുറേ ജനങ്ങളെ ഉന്തി വണ്ടിയിൽ കയറ്റി കൊണ്ട് നടന്നില്ലേ 4-5 മാസം? അപ്പം നിന്നെ വിശ്വസിച്ച് നിന്റെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ വന്ന ആ ജനങ്ങൾ നീ എന്തൊട്ട് കാട്ടിസ്റ്റാ? കുറേ 5-6 മാസം കഴിഞ്ഞ് ആ വണ്ടി റോഡിലിട്ട് നീ അടുത്ത വണ്ടി കണ്ടപ്പോൾ അതിൽ ചാടി കയറി. അതെന്തൊട്ട് ഇഷ്ടം നീ ചെയ്ത്? ഇതാണ് നിന്റെ ക്വാളിറ്റി. നീ അതല്ല ചെയ്യണ്ടേ. ആ വണ്ടി റിപ്പയർ ചെയ്യണമെങ്ക എന്ത് റിപ്പയർ ചെയ്യാഞ്ഞ് അതിന് നട്ടെല്ലും കോൺഫിഡൻസും വേണം. നീ ആ ഗ്രൂപ്പിലിരുന്നുകൊണ്ട് അവരോട് അവരുടെ അനീതി കണ്ടെങ്കിൽ പറയണ്ടേ ഇത് ശരിയല്ല ചേട്ടാ, ഇത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ച് കുറേ ജനങ്ങൾ വന്നതല്ലേ, അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും ചേട്ടാ എന്ന് നിനക്ക് ചോദിക്കാനുള്ള നട്ടിലുണ്ടായുടെ ഇഷ്ടമാണ്. അതിന് നട്ടെല്ല് വേണ്ട. അതിനും അതായത് ആ നട്ടെല്ല് എന്ന് പറഞ്ഞ സാധനം എനിക്കുണ്ട്. കാരണം ഞാനൊരു സംഘടനയും ഓച്ചാരത്തിൽ നിന്നിട്ടില്ല. അതിന് നിന്റെ തന്തയല്ല കേട്ടോ എൻ്റെ തന്ത. ഇന്നസെൻ്റ് പറഞ്ഞ ചോറ് മാത്രം ഉണ്ടപ്പോൾ തൈരും കൂടെ അടിക്കണം. ഇത് അടിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഉദ്ദേശം എന്താ? നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ സാധനം പാവപ്പെട്ട ജനങ്ങളെ നീ വിളിച്ച് ആ വണ്ടി കയറ്റി വഴിയിലിട്ടൊരു ഒറ്റ പോക്ക പോയി അടുത്ത വണ്ടി കണ്ടപ്പോൾ അതിൽ ചാടി. ഇതിൽ നീ കിളിയായിരുന്നു, കഴിഞ്ഞ ഡ്രൈവർ വേറെയായിരുന്നു. നീ അതിനുള്ളിൽ നിന്ന് ആ വണ്ടി ഇട്ട് ചാടിപ്പോയി ഇപ്പുറത്ത് വന്നു. അപ്പോൾ അവർ അനാഥരായി, ഡ്രൈവർ മാത്രമായി, നയിക്കാൻ ആളില്ലാണ്ടായി. എന്നിട്ട് നീ ഇപ്പുറത്ത് വന്നിട്ട് ഡ്രൈവറായി കയറുന്നു, IT വിങ്ങിൻ്റെ ഡ്രൈവർ. ഇവിടെ അത് ചോദിച്ചപ്പോൾ തന്നില്ല അവർ. കാരണം അവർ നിനക്ക് തരില്ല, നിന്നെ അടുപ്പിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. കാരണം അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള അതിലുള്ള പല ആളുകളും. അപ്പം നീ അത് വിട്ടേക്ക്. അത് കഴിഞ്ഞ് നീ അടുത്ത ഗ്രൂപ്പിൽ വന്നു. നട്ടലുണ്ടോ നിനക്ക്? അപ്പം നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, കാരണം നിനക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മൂടും താങ്ങി നേതാക്കന്മാരെ കൂടെ പോണതാണോടാ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ല, നീ എന്നെ കണ്ടുപിടിക്ക്. ഞാൻ പിന്നെ നീ ഉദ്ദേശിച്ചാലും ഈ ഓയോയിപ്പിൽ എംബ്ലം വെച്ച് വീഡിയോ തുടങ്ങിയ ആളെന്നല്ല ഇഷ്ടമാണ്. നീ എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിക്ക്. അപ്പോൾ കാണാതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമേ തൊട്ട് വീഡിയോ ചെയ്യുന്നത് വിമർശിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഓയോയിപ്പിൽ വന്നു, അതിൽ വീഡിയോ ചെയ്തു. ആശയം നല്ല അതിൻ്റെ പേരിൽ അവരെ അനീതി കണ്ടപ്പോൾ ഞാൻ നട്ടലോട് തുറന്ന് പറഞ്ഞ ആളാ. നിനക്കതിന് കഴിവില്ല. കാരണം നിൻ്റെ ഉദ്ദേശം എന്തിട്ടാ? ഇതിൽ ഫേമസ് ആയിട്ട് ഓരോ ഫോളോവേഴ്സിന് കൈ കിട്ടുമ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ഒരു കുക്കിങ്, ഒരു ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി. നീ കാശ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശമല്ലേ? പിന്നെ നീ പറഞ്ഞു ഈ സ്ഥാനമാനങ്ങൾ, അത് കറക്റ്റായിട്ടാണ് നിൻ്റെ ഐഡിയ. കാരണം നീ എന്താ പറഞ്ഞേ, നിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഈ കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല OAP ഓഫീസ് കൊടുത്തിട്ട് സെക്രട്ടറി സ്ഥാനം മേടിച്ച് നീയൊക്കെ തനി ഊളയല്ലടാ. ഞാൻ ഈ സ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാറില്ല. കാരണം സ്ഥാനത്തിന് പോയി കഴിഞ്ഞാൽ ഇതേപോലെ സംസാരിക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായ? പിന്നെ ക്വാളിറ്റി ഉള്ള പട്ടികളൊക്കെ എല്ലാവരും കൊണ്ടു നടക്കും. ക്വാളിറ്റി ഇല്ലാത്ത കുടിച്ച് പട്ടികൾ റോഡിൽ കുറയ്ക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശബ്ദമൊക്കെ വേണ്ടേ? അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി നീ കുറച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നിൻ്റെ കൂടെ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ IOPയുടെ ചിഹ്നം കാണുമ്പോഴേ പാവപ്പെടുത്ത ജനങ്ങൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നീ എന്തോ വലിയ അമൂല്യ നിധി കൊണ്ടുവരുന്നത് വിചാരിച്ചിട്ടുണ്ട് അവർ നിൻ്റെ വീഡിയോ കാണുന്നത്. പിന്നെയല്ലേ മനസ്സിലാവണേ നീ ഒന്നും പറയണില്ല എന്ന്. കാരണം ഞാൻ 10 ആളുടെ കാര്യം പറഞ്ഞു, നീ അതെടുത്ത് വീണ്ടും റിവ്യൂ ചെയ്തു, വേറൊരാളുടെ ഇൻ്റർവ്യൂ വെച്ചു. നിനക്ക് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഒരു പണി അറിയില്ല. കാരണം വെച്ചാൽ നീ ശിശു തന്നെ ആ കാര്യത്തിൽ. പിന്നെ നീ എന്നെ വെല്ലുവിളിച്ചു ജനനന്മ. എന്താണ് നീ ജനനന്മ ചെയ്യണേ? ഈ അവിടെ ഇവിടെ ഓടി നടന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ജനനന്മ എന്ന് പറഞ്ഞാൽ അതല്ല കുട്ടാ. ജനനന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഫിറോസ് കുന്നംപറമ്പിനെ പോലെ അല്ലെങ്കിൽ ബെന്നി ജോസഫിനെ പോലെയോ അല്ലെങ്കിൽ സൂരജ് പാലക്കാരനെ പോലെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തിന് ജനനന്മ എന്ന് പറയുക. അല്ലാണ്ട് നീ ആർക്കാനും വേണ്ടി ഒരു ഗ്രൂപ്പിനെ മൂട് താങ്ങി നിന്ന് അവിടുന്ന് കിട്ടുന്ന സ്വാർത്ഥപരമായ നീക്കത്തിൽ കൂടെ ചെയ്യുന്ന ഈ വീഡിയോനല്ല ജനനന്മ എന്ന് പറയാം. പിന്നെ അത് മനസ്സിലായില്ലേ നിനക്ക്? അപ്പോൾ നിൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി. ക്വാളിറ്റി എന്ന് പറഞ്ഞാലേ ക്വാളിറ്റി മാത്രം പോരാ, കോൺഫിഡൻസും ബാക്കിൽ ഉണ്ണിപ്പിണ്ടി പോരാ, നട്ടല് വേണം.
നീ ആ സംഘടനയിൽ നിന്നുകൊണ്ട് വിമർശിക്കാൻ നട്ടൽ നിനക്കുണ്ടായില്ലല്ലോ. നീ അടുത്ത സംഘടനയിൽ പോയി ഇതിലേലും ഒന്ന് ഉറച്ചു നിന്നോളോ ടെസ്റ്റാ. കാരണം നീ വളരെ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ നിന്ന് ഉറച്ച് ഇനി ചാടാണ്ട് നിന്നോളോ. ഇനി അവിടുത്തെ IT സാധനം പോകുമ്പോൾ നീ അടുത്ത ഗ്രൂപ്പിൽ പോകായിരിക്കും ടെസ്റ്റാ. ഇപ്പോൾ ഏകദേശമൊക്കെ ഫേമസ് ആയില്ലേ, ഇനി പോയാലും വലിയ കുഴപ്പമില്ല അല്ലേ. ഇനി അടുത്തത് നീ എന്താ പറയുക, കോഴി കൂണ ശബ്ദം കേട്ടുന്ന്. എൻ്റെ പൊന്നിഷ്ടം, ഞങ്ങളൊക്കെ സാധാരണക്കാരാ. ഇവിടെ കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, താറാവുണ്ട്, പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നീ സ്വർണ്ണക്കാരൻ്റെ തിന്നുന്ന ആളെന്ന് നമുക്കറിയില്ലായിരുന്നു. കാരണം വെച്ചാൽ നീ AC റൂമിൽ ഇരുന്ന് സ്വർണ്ണക്കാരൻ്റെ തിന്നുന്ന ഒരു വ്യക്തിയെന്ന് ഇഷ്ടം ഞാൻ അറിഞ്ഞില്ല. സോറി കേട്ടോ, ക്ഷമിക്കണം. കോഴിനെ നീ എന്തായാലും കൊന്നു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഇഷ്ടമാണ്. നിന്നെപ്പോലെ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കൊണ്ടൊന്നും നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ പറയുന്നതിന് വലിയ ഇത്തിരി ഫോളോവേഴ്സൊക്കെ കുറയും, അതിലൊന്നും വലിയ വിഷമമൊന്നുമില്ല, നമുക്കതിൻ്റെ ബുദ്ധിമുട്ടില്ല. വിവരമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നീ എന്തൊരു വലിയൊരു ഡയലോഗ് പറഞ്ഞു, നിനക്ക് ഡെയിലി 5-8 ഫോൺ കോളാണ് പറഞ്ഞതെന്ന്. എടാ പൊന്നിഷ്ടമാണ്, നീ എൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യേ. ആ ഫോൺ നമ്പർ വെച്ച ഏത് പൊട്ടനെയും വിളിക്കും. കാരണം ഈ ജനങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടി അവരിങ്ങനെ ആവശ്യം മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ്. അവരിപ്പോൾ ഒരു ഫോൺ നമ്പറോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണിൽ വിളിച്ച് ചോദിക്കുക, എന്നാ 10,000 കിട്ടുക, എന്നാ നടപ്പിലാക്കാന്ന്. ഈ ഗ്രൂപ്പുകളൊക്കെ എന്താണ്, പല ഗ്രൂപ്പുകളും ചേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇഷ്ടം അത് എന്നോടും ചോദിക്കുന്നുണ്ട്, നിന്നോടും. നീ വലിയ മഹാസംഭവം ഒന്നുമല്ല കേട്ടോ. കാരണം വെച്ചിട്ട് ഇത് ഏതൊരുത്തനും നിനക്ക് അതിന് വേണമെങ്കിൽ ആ കോഴിക്കോടുള്ള ഒരു പാവം പട്ടാളക്കാരൻ എത്ര നന്നായിട്ട് വീഡിയോ ചെയ്ത പാട്ട് വരെ ഉണ്ടാക്കിയത് OAPക്ക് വേണ്ടി. ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം വിളിച്ച് പറയും, ഞാനെല്ലാം നിർത്തി അനിയാന്ന്. ഞാൻ ചെന്തേന്ന് വെച്ചു, അയ്യോ ഒരു രക്ഷയില്ല. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലും. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആശയത്തെ സ്നേഹിച്ച ആളാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലും വഴക്കും ഈ തെറിപ്പറച്ചിലും, അതായത് നിങ്ങളുടെ മീറ്റിങ്ങിലുള്ള തെറിപ്പറച്ചിലുണ്ടല്ലോ, അത് ഞാൻ പറയാണ്ട് തന്നെ പുണ്യാളിനെ അറിയാലോ എന്തോരം കേട്ടിട്ടുണ്ടെന്ന്. ആ എല്ലാത്തിലും അഡ്മിനായിട്ടിരിക്കണമല്ല പൊക്കെ കേട്ടെ. അയാൾ ചോദിക്കുക, ഞാൻ ഇത്തിരി വിശ്വാസമുള്ള എൻ്റെ പേരിൽ ഞാൻ മാറി നിന്നു. ഞാൻ പിന്നെ ഇതിനൊക്കെ എതിരിടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളേലും പറയണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ താൻ തോന്നിയാൽ പോലെ. ഞാൻ ട്രസ്റ്റിനെ പറ്റി എതിർത്തപ്പോൾ അത് വീഡിയോ ഇട്ടപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായില്ലേ. എന്നുപോലെ നിന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നിനക്കെതിരെ വീഡിയോ ഇട്ടത് മനസ്സിലായ. നിനക്ക് ആദ്യം പിക്സലൂട്ടി വന്നു, പിന്നെ പിക്സലൂട്ടി വയ്ക്കാൻ കാരണം നിന്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ വെച്ച ഫോളോവേഴ്സ് വെച്ച് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നിനക്ക് ലോഗോ വെക്കാണ്ട് നീ നട്ടിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യൻ ഈ ലോഗോ ഉപയോഗിച്ചിട്ട് നിനക്ക് ഈ ആശയത്തെ പിന്താങ്ങി ഒരു 2 വീഡിയോ ഇട്ട ഏത് പട്ടിക്കാളി കാണുന്ന വെച്ചിട്ട് നീ ഇനി കാണിയിരിക്കും. കാരണം നീ എല്ലാത്തിലും നിന്റെ തല ഇങ്ങനെ വെച്ചിട്ട് OAP ഇങ്ങനെ താങ്ങി 2 എംബ്ലം താങ്ങി പിടിച്ച വീഡിയോയിൽ ഇടണേ നാണാവിലിടോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നിനക്കെല്ലാം അറിയോ? നിനക്കൊരു ചുക്കാറിനോടാ. ദയവ് ചെയ്യുന്നുണ്ട് ഈ ക്വാളിറ്റി നിന്റെ മക്കളെ പഠിപ്പിക്കരുത് കേട്ടോ. കാരണം അവർ ഇത്തരത്തിലാവരുത്. അവരവരെ ഐഡിയയിൽ പോട്ടെ. നീ ചോദിച്ചാൽ എൻ്റെ മക്കൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഇത്തരത്തിലുള്ള ക്വാളിറ്റി ദയവ് ചെയ്ത് മക്കളെ പഠിപ്പിക്കായിരിക്കും കേട്ടോ എൻ്റെ സുഹൃത്തെ. അപ്പോൾ ഇനി നിനക്ക് ഞാൻ ഒരു മറുപടി വീഡിയോ ഇടില്ല. കാരണം പേടിച്ചിട്ടൊന്നല്ല, ചൊറിയാൻ വന്ന് ചൊറിയാൻ അറിയാത്ത ആളല്ല. ഈ നേരം കൊണ്ട് ഈ ഇലക്ഷന് വേണ്ടി 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ കേട്ടോളും. നിന്റെ എന്നിട്ട് മാതൃസംഘടനയുടെ പിന്നിലല്ല, ജനങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുക. അത് വെച്ച് രാഷ്ട്രീയക്കാർ മുതലെടുക്കുക. കാരണം നിങ്ങളുടെ ഈ തല്ലൂട്ടം, ഈ സംഘടന നീ എന്നെ കാണിച്ച് വിവരക്കാരല്ലേ, ഈ സംഘടന ആ സംഘടനയിലേക്ക് ഒരു നേരം കൊണ്ടും വാക്ക് മാറണം. നിന്നെപ്പോലുള്ള ഓന്തും നിറം മാറണോ നാണാവിലിട. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആര് മണിച്ച് തണലെന്ന് പറഞ്ഞു നിന്നെപ്പോലുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമിക്കുന്നു. സോറി ഇട്ടോ, ഞാൻ എത്ര പറഞ്ഞേനെ. ഇഷ്ടനോട് ഗൗരവൊന്നും വേണ്ട, ഒരു മറുപടി വീഡിയോ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്നെ ട്രോൾ ഇട്ടിട്ട് ഞാൻ ഫേമസ് ആയിരുന്നു നാണല്ലിടോ. താനൊക്കെ ട്രോൾ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ആ ഡേറ്റ് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എത്ര ആൾ എൻ്റെ വീഡിയോ കാണുന്നത്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നീ അങ്ങോട്ട് ഇരുന്ന് പതുങ്ങി പറഞ്ഞു നീ കുറേ നിനക്ക് സംസാരിക്കുന്ന നട്ടിലുണ്ടെങ്കിൽ നീ ലോകം ഇല്ലാണ്ട് സംസാരിക്കുക. അപ്പം നിൻ്റെ വീഡിയോ ഒരു പട്ടിയും കാണില്ല. അപ്പോൾ നമസ്കാരം ഉണ്ട് സാജോ, ക്ഷമിക്കുക ഈ പാവപ്പെട്ടവനോട്. കോഴി ഓളത്തിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാവണേ, സ്വർണ്ണക്കാരൻ്റെ ഒന്നും ഇല്ല. അപ്പോൾ നീ അത് പറയരുത്. കാരണം ഞങ്ങളൊക്കെ പാവങ്ങളാണ്, നീയൊക്കെ വലിയ ആളല്ലേ. ഈ അടിയനോടൊന്ന് ക്ഷമിച്ചേക്കിട്ടോ. നന്ദി.